ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനുമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പലരും പല രീതിയിലാണല്ലോ കറി ഉണ്ടാക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ കറി ഉണ്ടാക്കൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻ കറിക്ക്. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. കഷ്ണം മീൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചാളയോ അയിലയോ ഏതെടുത്താലും നല്ലതാണ്. അതുപോലെ തന്നെ മീൻ കറിക്ക് ടേസ്റ്റ് കൂടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ. മീൻ കറിയൊക്കെ പാചകം ചെയ്യേണ്ടത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ പാചകം ചെയ്യുന്ന മീൻ കറിക്കാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ ചേരുവകളുടെ കണക്കാണ് പറയുന്നത്. കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുമ്പോഴാണ് മീൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തത് ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നെടുകെ പിളർന്നതാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് മൊരിച്ച് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് നിറം മാറി വന്നാൽ മാത്രം മതി. ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മീൻ കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ മിക്സിയിൽ അരച്ച് 1/2 കപ്പ് 1-ാം പാലും 1.5 കപ്പ് 2-ാം പാലും എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ കുടംപുളി ചേർത്ത് കൊടുക്കണം. 1/2 കിലോ മീന് 5 കഷ്ണം കുടംപുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പുളി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കത് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളും പുളിയും ഒക്കെ ഇട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചട്ടിക്കുള്ളിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മളെ എടുത്തു വെച്ചേക്കുന്ന 1/2 കപ്പ് 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതിനുവേണ്ടി ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഈ നേരത്ത് ഒരടപ്പ് വെച്ച് നമ്മുടെ മീൻ കറി ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ഫുള്ളായിട്ട് അടച്ചു വെക്കരുത്. ഇതുപോലെ കുറച്ച് ഭാഗം തുറന്നിരിക്കുന്ന രീതിയിൽ വേണം അടച്ചു വെക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റോളം അടച്ചു വെച്ച് തിളപ്പിച്ച ശേഷം നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റുള്ള അടിപൊളി മീൻ കറി റെഡി ആയിട്ടോ. പാകത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളിതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ചേർത്തത് കാരണം നമ്മുടെ മീൻ കറിക്ക് ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണിത്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്